പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നമുക്ക് ആരാധനാ മനോഭാവത്തോടു കൂടി ആയിരിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഓരോ ദിവസവും അവിടുന്ന് കനിഞ്ഞു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയാം. പരിപൂർണ സ്നേഹത്തോടെയും കൂട്ടായ്മയോടും നാം ഇന്ന് നാഥന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ സ്നേഹമുള്ള അപ്പൻ നമ്മോട് കാണിക്കുന്ന സ്നേഹവും സൗഹൃദവും നമുക്ക് ഏവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാ തന്റെ മക്കളെ അതിയായി സ്നേഹിക്കുന്ന സ്നേഹനിധിയായ നാഥൻ തന്റെ മക്കളുടെ ഇടയിലേക്ക് ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. അനുദിനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം. അവന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ സക്കേവൂസും പാപിനിയായ സ്ത്രീയും അന്ധനും ബധിരനും ഒക്കെ അവനെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ തന്നെ നമുക്ക് അവിടുത്തോട് ചേർന്നിരുന്ന് അവിടുത്തെ സ്നേഹിക്കാം. ഗാഗുൽത്തായിലെ തിരസ്കരണത്തിന്റെ കുരിശെടുത്തവൻ തന്നെയാണ് ഇന്ന് നമ്മുടെ മുൻപിൽ ഈ തിരുവോസ്തിയിലായിരിക്കുന്നത്. ഈ ഉറച്ച ബോധ്യത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ അവന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് നമുക്ക് അവനെ ആരാധിക്കാം. നമ്മോടുള്ള അളവറ്റ സ്നേഹത്തെ പ്രതി ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോനാഥനെ നമുക്ക് നമ്മുടെ തിരുഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കാം. ഓ ദിവ്യനാഥ, ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായവൻ നീ മാത്രമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നീ ഞങ്ങൾക്കായി ഒരുക്കിയ ഈ സ്നേഹവിരുന്നിന്റെ മുൻപിൽ അയോഗ്യതയോടെ നിന്ന അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്കായി വെച്ചു നീട്ടിയ ഈ സ്നേഹത്തെ ഹൃദയ നൈർമല്യത്തോടും വിശുദ്ധിയോടും കൂടെ സ്വീകരിക്കുവാൻ
ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഓ ദിവ്യനാഥനായ ഈശോയെ, അങ്ങയുടെ അപ്പസ്തോലന്മാർക്ക് അങ്ങയുടെ ശരീരം വാഴ്ത്തി മുറിച്ചു നൽകിയപ്പോൾ അവർക്കുണ്ടായ ദിവ്യകാരുണ്യ അനുഭവം ഞങ്ങളിലും നിറയ്ക്കണമേ. പ്രാണനാമേശുവേ, ജീവനാം നാഥനേ, പ്രാണനാമേശുവേ, ജീവനാം നാഥനേ, മരുഭൂമിയാമെൻ്റെ മാനസത്തിൽ പെയ്യുന്ന മഴയായി നീ, ഏകാകിയാകുന്ന നേരങ്ങളിൽ കൂട്ടേകും ചങ്ങാതി നീ, എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി, എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി, പ്രാണനാമേശുവേ, ജീവനാം നാഥനേ. അലയുന്ന തോണിയാമെൻഹൃദയം തേടുന്ന തീരം നീയേ, അകലാതെ ഞാൻ നിന്നിൽ ചേർന്നിരിക്കും, എന്നാത്മാവിനാനന്ദമേ, എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി, എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി, ഈശോ എൻ്റെ ഈശോ സ്നേഹമായി നിറയണമേ, ഈശോ എൻ്റെ ഈശോ കൃപയായി നീ വന്നിടണേ, എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി, പ്രാണനാമേശുവേ, ജീവനാം നാഥനേ, മരുഭൂമിയാമെൻ്റെ മാനസത്തിൽ പെയ്യുന്ന മഴയായി നീ, ഏകാകിയാകുന്ന നേരങ്ങളിൽ കൂട്ടേകം ചങ്ങാതി നീ, ഈശോ എൻ്റെ ഈശോ സ്നേഹമായി നിറയണമേ, ഈശോ എൻ്റെ ഈശോ കൃപയായി നീ വന്നിടണേ,
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് അരുളിച്ചെയ്യുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും വേദനകളും അറിയുന്ന ദൈവം ഹൃദയവേദനകൾ ഒപ്പിയെടുക്കുവാൻ ഇതാ നമ്മുടെ സന്നിധിയിൽ ആഗതനായിരിക്കുന്നു. സർവസൃഷ്ടി വസ്തുക്കൾക്കും തന്റെ ഹൃദയത്തിൽ ഇടം കൊടുത്തവനാണ് ഈ തിരുമണിക്കൂറിൽ നമ്മുടെ ഇടയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. വേദനകളിൽ അസ്വസ്ഥമായവരോട് ഈശോയുടെ തിരുഹൃദയം മന്ത്രിക്കുന്നുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. എന്റെ ഹൃദയത്തിൽ നിനക്ക് വാസസ്ഥലമുണ്ട്. കാരണം യേശുവിന്റെ തിരുഹൃദയം സ്നേഹത്തിന്റെ ഉറവിടമാണ്. യേശുവിന്റെ തിരുഹൃദയം കരുണയുടെ ഉറവിടമാണ്. യേശുവിന്റെ തിരുഹൃദയം ക്ഷമയുടെ ഉറവിടമാണ്. ഇന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നമുക്ക് യേശുവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ വേദനകളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ, നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളെ നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കാം.
നമ്മുടെ ഓരോരുത്തരുടെയും മേൽ കരുണ ചൊരിയണമേ എന്ന് ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓസ്തിരൂപാ യേശുനാഥ കരുണ തൂകൂ ഞങ്ങളിൽ നീ. ഓസ്തിരൂപാ യേശുനാഥ ചേർത്തണയ്ക്കൂ ഞങ്ങളെ. വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ജീവിതത്തിന്റെ ദുർഘട നിമിഷങ്ങളിൽ രോഗപീഠകളാൽ ബുദ്ധിമുട്ടി ഇനി എന്ത് ചെയ്യുമെന്ന വഴിയടഞ്ഞ അവസരത്തിലായിരിക്കുന്ന ഏവരെയും നമുക്ക് യേശുവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഓസ്തിരൂപാ യേശുനാഥ കരുണ തൂകൂ ഞങ്ങളിൽ നീ. ഓസ്തിരൂപാ യേശുനാഥ ചേർത്തണയ്ക്കൂ ഞങ്ങളെ. ദേവവേലയ്ക്കായി തങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും നമുക്ക് ദൈവത്തിരുമുൻപിൽ സമർപ്പിക്കാം. അവരുടെ ജീവിതത്തിൽ വിശ്വസ്തരായിരുന്നു കൊണ്ട് എന്നും ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവവേല ചെയ്യാൻ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. ഓസ്തിരൂപാ യേശുനാഥ കരുണ തൂകൂ ഞങ്ങളിൽ നീ. ഓസ്തിരൂപാ യേശുനാഥ ചേർത്തണയ്ക്കൂ ഞങ്ങളെ. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് തന്ന എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഓ ദിവ്യ ഈശോയെ, ഓരോ ദിവസവും അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അനുദിനം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപാദാനങ്ങൾക്കും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരമപരിശുദ്ധനായ തമ്പുരാനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഏറ്റവും പൂർണ്ണമായി അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോനാഥ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധനേ
മഹോന്നത എന്നിൽ നീ വന്നിടണേ എൻ രാജനേ എൻ ശ്രേഷ്ഠനേ എന്നിൽ നീ വന്നിടണേ പരിശുദ്ധനേ മഹോന്നത എന്നിൽ നീ വന്നിടണേ എൻ രാജനേ എൻ ശ്രേഷ്ഠനേ എന്നിൽ നീ വന്നിടണേ എൻ പാപമെല്ലാം ദൂരമാറ്റി കളങ്കമെല്ലാം ശുദ്ധിയാക്കി എന്നുള്ളിൽ നീ ഇന്നു വന്നിടണേ പരിശുദ്ധനേ മഹോന്നത എന്നിൽ നീ വന്നിടണേ. അൾത്താരയിൽ ഞാൻ അണയുമ്പോൾ സന്തോഷത്താൽ ഞാൻ നിറയുമ്പോൾ ആമോദത്തോടെ ഞാൻ പാടും ഹല്ലേലൂയ. അൾത്താരയിൽ ഞാൻ അണയുമ്പോൾ സന്തോഷത്താൽ ഞാൻ നിറയുമ്പോൾ ആമോദത്തോടെ ഞാൻ പാടും ഹല്ലേലൂയ. പരിശുദ്ധനേ മഹോന്നത എന്നിൽ നീ വന്നിടണേ എൻ രാജനേ എൻ ശ്രേഷ്ഠനേ എന്നിൽ നീ വന്നിടണേ. തിരുവോസ്തിരൂപനയങ്ങു വരുമ്പോൾ സ്നേഹത്താൽ എന്നിൽ നിറഞ്ഞിടുമ്പോൾ ആഹ്ലാദത്തോടെ ഞാൻ പാടും ഹല്ലേലൂയ. തിരുവോസ്തിരൂപനയങ്ങു വരുമ്പോൾ സ്നേഹത്താൽ എന്നിൽ നിറഞ്ഞിടുമ്പോൾ ആഹ്ലാദത്തോടെ ഞാൻ പാടും ഹല്ലേലൂയ. പരിശുദ്ധനേ മഹോന്നത എന്നിൽ നീ വന്നിടണേ എൻ രാജനേ എൻ ശ്രേഷ്ഠനേ എന്നിൽ നീ വന്നിടണേ എൻ പാപമെല്ലാം ദൂരമാറ്റി കളങ്കമെല്ലാം ശുദ്ധിയാക്കി പരിശുദ്ധനേ മഹോന്നത എന്നിൽ നീ വന്നിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശുവിൻ്റെ വലിയൊരു സ്നേഹം തൻ്റെ അപ്പസ്തോലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹത്തിലാണ്
യേശു അവരെ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനോ പഠിപ്പിച്ചത്. ഹൃദയം നൊന്തെന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണു വിലപിക്കുന്നു. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന തിരുമണിക്കൂറാണിത്. അവിടുത്തോട് പ്രാർത്ഥിക്കാൻ കിട്ടിയ ഈ അവസരം, അവിടുത്തെ സ്നേഹിക്കുവാൻ കിട്ടിയ ഈ അവസരം ഏറെ സ്നേഹത്തോടെയും വിശുദ്ധ വിചാരങ്ങളോടെയും നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ ആകുലതകളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താം. അവിടുന്ന് നിന്നെ യേശുവിന്റെ തോളിലാണ് കാത്തു സൂക്ഷിക്കുന്നത്. നിന്റെ പേര് അവിടുത്തെ ഉള്ളം കയ്യിൽ എഴുതിയിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിൽ അവിടുന്ന് നിന്നെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കും. പരിശുദ്ധ അമ്മ ചങ്ക് പൊട്ടി കാൽവരിയുടെ നെറുകയിൽ തന്റെ പ്രിയ സുധനെ മടിയിൽ കിടത്തി രക്തത്തിൽ കുളിച്ച ശരീരത്തെ ഒന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ഹൃദയം മനുഷ്യന് വിവരിക്കാൻ കഴിയാത്ത വിധം അത്രയധികം വേദനിച്ചിരുന്നു. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് ശരീരം പകുത്തു നൽകുമ്പോൾ, അവിടുത്തെ രക്തം ചീന്തി നൽകുമ്പോൾ, മനുഷ്യ നീ ഓർക്കണം, നിനക്കായി അവിടുന്ന് എന്തുമാത്രം പാടുപെട്ട്, അവിടുന്ന് എന്തുമാത്രം വേദന സഹിച്ച് നിനക്കായി നൽകിയതായ ജീവൻ. നീ ശിശുവായിരുന്നപ്പോൾ തന്നെ നിന്നെ അറിയുകയും നിന്നെ വിശുദ്ധീകരിക്കുകയും തെരഞ്ഞെടുക്കുകയും നയിക്കുകയും ചെയ്ത ദൈവം ഈ മണിക്കൂറിൽ നിന്നെ പ്രത്യേകമാം വിളിച്ചത്, നിന്നെ പ്രത്യേകമാം തെരഞ്ഞെടുത്ത ദൈവത്തെ സ്നേഹിക്കാം. അവിടുത്തോട് എപ്പോഴും വിശ്വസ്തനായിരിക്കാം. വിശ്വാസത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അപ്പ, അവിടുത്തെ മറന്നുകൊണ്ട്, അവിടുത്തെ സ്നേഹത്തെ കാണാതെ മറന്നുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോയെ നിന്റെ ആ സ്നേഹത്തിൽ, നിന്റെ ആ സ്നേഹത്തിന്റെ വലയത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കണേ. അവൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടുന്ന് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് അവിടുന്ന് കാൽവരിയിലെ യാഗമായത്. അവിടുന്ന് വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കേണ്ടതിനാണ് അവിടുന്ന് കാൽവരിയിൽ രക്തം ചെയ്തതും മാംസം പകുത്തു നൽകിയതും. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനിയും അന്ധകാരം ആധിപത്യം വരുത്താൻ പോകുന്നു. എന്നാൽ മൂന്നാം നാൾ പ്രകാശം ഉദിക്കും. തമ്പുരാനെ, മൂന്നാം നാൾ ഉദിച്ച പ്രകാശം അവിടുന്നാണെന്ന് ഞങ്ങൾ അറിയുന്നു. നീയാകുന്ന പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഹോവയെ പ്രാർത്ഥിക്കുകയും യഹോവയെ ധ്യാനിക്കുകയും ചെയ്ത ദൈവം
ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സൗഖ്യങ്ങളും രോഗശാന്തികളും അത്ഭുതങ്ങളും തരുന്ന യഹോവ. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായില്ല. യഹോവ അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം നൽകി നീ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. രോഗത്തിന്റെ മേൽ അധികാരമുള്ള നാമം, ശാപത്തിന്റെ മേൽ അധികാരമുള്ള നാമം,
മരണത്തിന്റെ മേൽ അധികാരമുള്ള നാമം, പ്രപഞ്ച ശക്തിയുടെ മേൽ അധികാരമുള്ള നാമം, അന്ധകാര ശക്തിയുടെ മേൽ അധികാരമുള്ള നാമം, മനുഷ്യരുടെ മേലും ജനസമൂഹങ്ങളുടെ മേലും അധികാരമുള്ള നാമം. ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ട വസ്തുക്കളുടെ മേലും യേശുനാമത്തിന് അധികാരമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും യേശുവിന് അധികാരമുണ്ട്. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമ്മെ സൃഷ്ടിച്ച, നമ്മെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ ദൈവം, നമ്മുടെ സൃഷ്ടാവിനെ ഈ ആരാധനയുടെ ഈ മണിക്കൂറിൽ നമുക്ക് പാടിപ്പുകഴ്ത്താം. എല്ലാ സൃഷ്ടികളുടെ മേലും അധികാരമുള്ള യേശുനാമം. മാലാഖമാരോടും ക്രോവേന്മാരോടും സഭയന്മാരോടും ചേർന്ന് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. സൃഷ്ടാവിന്റെ ശക്തി സൃഷ്ടവസ്തുക്കളുടെ മേൽ വന്ന് ഭവിക്കുമ്പോൾ അനുഗ്രഹവും കൃപയും ആയി മാറും. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം സൃഷ്ടാവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അത് രൂപാന്തരപ്പെടുത്തി അനുഗ്രഹമായും കൃപയായും നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അഭിഷേകം ചെയ്യും. ആരാധിക്കാം നമ്മുടെ സർവശക്തനായ ദൈവത്തെ ആരാധിക്കാം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിലെന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിലെന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ.
ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം കാണുന്നു. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഈശോ തന്റെ ശിഷ്യന്മാരെ ഈ 2 പേരായി താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അയച്ചു. അവർ പോയി യേശു പറഞ്ഞതുപോലെ ചെയ്തു. പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചു, ജനത്തെ ഒരുക്കി. അവരുടെ ശുശ്രൂഷയിൽ 72 പേരും കണ്ട ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, പിശാചുകൾ നിങ്ങൾക്ക് കീഴ്പ്പെടുക മാത്രമല്ല ചെയ്തത്, അവൻ ഇടിമന്നൽ പോലെ ക്ഷണം നേരം കൊണ്ട് പാതാളത്തിലേക്ക് പൊട്ടി വീഴുക തന്നെ ചെയ്തു. ഞാനും നിങ്ങളും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിലംപതിക്കുന്നു. സാത്താനെ വീഴ്ത്തുന്ന നാമമാണ് യേശുനാമം. അതുകൊണ്ട് യേശുനാമം ഉപയോഗിക്കാതിരിക്കുവാൻ സാത്താൻ നമ്മുടെ മനസ്സുകളെ വ്യതിചലിപ്പിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, സ്ഥാപനത്തിൽ നിന്ന്, ദേശത്തു നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ വീണ് തകരുവാൻ യേശു എന്ന നാമം ശക്തിയായി ഉപയോഗിക്കുക. യേശുവിന്റെ നാമം ഏറ്റുപറയുക. യേശുനാമത്തെ സ്തുതിക്കുന്ന ഒരുവൻ പോലും തകർന്നു പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. യേശുനാമത്തിന്റെ ശക്തി, യേശുനാമത്തിന്റെ കൃപ, യേശുനാമത്തിന്റെ അധികാരം എന്നും നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും യേശുനാമത്തിന്റെ കുരിശിന്റെ ശക്തിയാലും തിരുരക്തത്തിന്റെ കൃപയാലും നമ്മളിലേക്ക് ഓരോ വിശുദ്ധ കുർബാനയിലും അവിടുന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ, ഈ ആരാധന വേളയിൽ അവിടുന്ന് നൽകിയ എല്ലാ കൃപകൾക്കും എല്ലാ ദാനങ്ങൾക്കും അവിടുത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ റൂഹായുടെ പ്രത്യേകമാം സഹവാസത്താൽ ഈ ആരാധന വേളയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ ഒരുക്കി ഒരു സക്രാരിയായി അവിടുത്തെ വാഴ്ത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിനോടുള്ള നന്ദിയും പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹവും ഞങ്ങളുടെ രക്ഷയ്ക്കായി കാൽവരിയിൽ യാഗമായ ഈശോയോടുള്ള പ്രത്യേകമാം സ്നേഹവും നന്ദിയും ഈ ആരാധനയുടെ ഈ വേളയിൽ ഞങ്ങൾ അവിടുത്തെ പക്കലേക്ക് സമർപ്പിക്കുന്നു. നമ്മോട് കൂടെയുള്ള ദൈവം, എമ്മാനുവേൽ എന്ന അർത്ഥമുള്ള നമ്മോട് കൂടെയായിരിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന, എപ്പോഴും നിന്നെ നയിക്കുന്ന, നിന്റെ പാതകൾ ഒരുക്കുന്ന, നിനക്കായി വഴിവെട്ടി തെളിക്കുന്ന നിന്റെ ദൈവം.
പാടി പ്രാർത്ഥിക്കാം, സ്തുതിക്കാം നിന്റെ പരിശുദ്ധനായ ദൈവത്തെ. എമ്മാനുവേ നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേ നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഭൂമിയിലും തേടേണ്ട നീ, കനിവിന്നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഭൂമിയിലും തേടേണ്ട നീ, കനിവിന്നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടേ, എന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടേ, എന്നും ഈശോ നിന്റെ കൂടെ വാഴും. എമ്മാനുവേ നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഭൂമിയിലേറാണ് നോക്കേണ്ട നീ, ദുഃഖങ്ങൾ ഓരോന്നോർത്തു കേഴേണ്ട നീ, സ്നേഹിതനായി സാന്ത്വനമായി ദൈവമെന്നും കൂടെയുണ്ട്. ഭൂമിയിലേറാണ് നോക്കേണ്ട നീ, ദുഃഖങ്ങൾ ഓരോന്നോർത്തു കേഴേണ്ട നീ, സ്നേഹിതനായി സാന്ത്വനമായി ദൈവമെന്നും കൂടെയുണ്ട്. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടേ, എന്നും ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടേ, എന്നും ഈശോ നിന്റെ കൂടെ വാഴും. എമ്മാനുവേ നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേ നിന്നോടു കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം